യു കെയിലുള്ള NMC രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പിൻ നമ്പർ കിട്ടുന്നതിനുള്ള ഏറ്റവും ലാസ്റ്റത്തെ ഫൈനൽ സ്റ്റേജാണ് നിങ്ങളുടെ ഓസ്കി എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഓസ്കി എക്സാമിൻ്റെ ടൈമിൽ നിങ്ങളുടെ OET ഓർ IELTS എക്സാം വാലിഡ് ആയിരിക്കണോ, അല്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ ഓസ്കി എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു NMC പിൻ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഓസ്കി എക്സാം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പിൻ നമ്പറിലോട്ട് നിങ്ങൾ എത്തുകയുള്ളൂ എന്തായാലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെയും എന്തായാലും കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിങ്ങൾ NMC രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു പിൻ നമ്പറിലോട്ട് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്കി എക്സാം കൂടെ കഴിഞ്ഞ് പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓസ്കി എക്സാമിൻ്റെ അന്ന്, ആ ഡേ ഓഫ് ഓസ്കി എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ ID വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ടൈമിൽ നിങ്ങളുടെ OETയുടെ എക്സാമോ അല്ലെങ്കിൽ നിങ്ങൾ IELTSൻ്റെ എക്സാമോ വാലിഡ് ആയിരിക്കണം, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്കി എന്ന് പറയുന്നത് 3 അറ്റംപ്റ്റ് ആണ് ഓസ്കിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഓസ്കിക്ക് നിങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് അവർ നിങ്ങളുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ OETയുടെയോ IELTSൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ വിത്തിൻ 2 ഇയേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ OETയുടെയും IELTSൻ്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓസ്കി എക്സാം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആവട്ടെ, സെക്കൻഡ് അറ്റംപ്റ്റ് ആവട്ടെ, തേർഡ് അറ്റംപ്റ്റ് ആവട്ടെ, ഈ ഏത് തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം വാലിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വിത്തിൻ എക്സ്പയറി ഡേറ്റിനുള്ളിൽ തന്നെ ആയിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഓസ്കിയുടെ ടൈമിൽ നിങ്ങളുടെ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും നിങ്ങൾക്ക് പിൻ നമ്പറിലോട്ട് നിങ്ങൾക്ക് എത്താനും പറ്റുള്ളൂ. ഒരുപാട് പേർക്ക് വരുന്ന ഡൗട്ടും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതും എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതാണ്. കാര്യം അവർ ഓസ്കി എക്സാം സെൻറ്ററിൽ പോയതിന് ശേഷമാണ് OETയുടെ അല്ലെങ്കിൽ IELTSൻ്റെ ഡേറ്റ് എക്സ്പയർ ആയി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ ID ചെക്സിന് അവർ ഫെയിലിയർ ആവുകയും പിന്നെ അവർക്ക് വീണ്ടും OET എഴുതേണ്ടിയോ അല്ലെങ്കിൽ IELTS എഴുതേണ്ടിയോ വന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ UK ആണ്, നിങ്ങളിവിടെ NMC രജിസ്ട്രേഷൻ കിട്ടാനുള്ള ഫൈനൽ സ്റ്റെപ്പിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ OETയുടെ IELTSൻ്റെ വാലിഡിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ചില സമയത്ത് നിങ്ങൾ നാട്ടിൽ നിന്ന് UK വരാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വിത്തിൻ ഒരു 6 മന്ത്സിൻ്റെങ്കിലും ഒരു ഡ്യൂറേഷൻ ഓഫ് OET വാലിഡിറ്റി അല്ലെങ്കിൽ IELTSൻ്റെ വാലിഡിറ്റിയോ നിങ്ങൾക്ക് ഉണ്ടാവാനൊന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോസസ്സിങ്, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ട് നോർക്കയുടെ NWLൻ്റെ ഇൻ്റർവ്യൂസ് നമ്മുടെ ഒരുപാട് കാൻഡിഡേറ്റ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ എല്ലാം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു ടൈം പീരീഡ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു 6 മാസത്തോളം ഒരു സമയം എടുക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ 1 മാസത്തോളമെങ്കിലും ചിലപ്പോൾ ഡിലേ ആകും നിങ്ങളുടെ ഓസ്കി ട്രെയിനിങ്ങും അല്ലെങ്കിൽ നെക്സ്റ്റ് ഓസ്കി എക്സാമിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ആ എക്സാമിന് പോകുന്ന സമയത്തും നിങ്ങളുടെ OET ഓർ IELTS വാലിഡ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഡേറ്റ് നിങ്ങൾ നേരത്തെ കൂട്ടി ഒന്ന് നോക്കി വെക്കുക എന്തായാലും. ഓക്കെ, അതിനിപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതാണെങ്കിലും ശരി, ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം കുറവാണ്, പക്ഷേ സ്റ്റിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഇനി അപ്കമിങ് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ഈ ഒരു OET അല്ലെങ്കിൽ IELTSൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വിത്തിൻ 2 ഇയേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ. ഇനി അതേപോലെ ഇവിടെ UK തന്നെ ഓൾറെഡി നമ്മുടെ സീനിയർ കെയറേഴ്സ് ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ HCA ആയിട്ടുള്ള കുട്ടികളോ SIFE ത്രൂ SIFE ത്രൂ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ബിക്കോസ് OET ഓർ IELTSൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഇനി അതല്ലാതെ OET എഴുതി ബാക്കിയുള്ള ഫർദർ സ്റ്റെപ്സിലോട്ട് പോകുന്ന ആൾക്കാരാണ് UK നിങ്ങളെങ്കിൽ OET ഓർ IELTSൻ്റെ വാലിഡിറ്റി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് മേക്ക് ഷുവർ ചെയ്ത് വെക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ ആ ഒരു ID ചെക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ ഈ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലബ്ബ് ചെയ്തിട്ടാണ് നിങ്ങൾ റിസൾട്ട്സ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ എക്സാമിൻ്റെ ടെസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ഒരു ഡേറ്റിൻ്റെ വാലിഡിറ്റി ആയിരിക്കും നിങ്ങൾക്ക് അവിടെ എലിജിബിൾ ആയിട്ട് വരിക, അല്ലാതെ രണ്ടാമത്തെ എക്സാമിൻ്റെ അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 2023 ഡിസംബറിൽ എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ സ്കോറും ഈ വന്നിട്ടുള്ള ജൂലൈയിലുള്ള ഒരു എക്സാമിൻ്റെ, ജൂലൈ 2024 എക്സാമിൻ്റെ സ്കോറുമായിട്ട് നിങ്ങൾ ക്ലബ്ബ് ചെയ്തു എന്ന് വെച്ചോ, ക്ലബ്ബിങ് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ ആ ഒരു OET ക്ലബ്ബിങ്ങിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്കോർ വെച്ചിട്ടാണല്ലോ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ ടെസ്റ്റ് സ്കോറിൻ്റെ ഡേറ്റ് ഉള്ള ഡിസംബർ 2023 വാലിഡിറ്റിയാണ് നമ്മൾ നോക്കുക, മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വരും? ഡിസംബർ 2025 നിങ്ങൾ UK എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാര്യം ആ ഒരു ടൈം പീരീഡ് 3 to 4 months അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടോ ബാക്കി ഏതെങ്കിലും രീതിയിലാണെങ്കിലും നിങ്ങൾ എക്സാംസിൻ്റെ കാര്യത്തിന് പോകുമ്പോൾ ആ ഒരു നമുക്ക് പല കാര്യങ്ങൾ വരാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 1 to 2 months നമ്മളൊരു ഗ്യാപ്പ്, ഒരു 3 months ഗ്യാപ്പ് നമ്മൾ കൊടുത്താൽ നമ്മളൊരു സേഫർ സോണിലായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ ഒരു പ്രശ്നങ്ങളും വരാതിരിക്കട്ടെ, പക്ഷേ ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് തെറ്റിപ്പോയി വീണ്ടും നിങ്ങൾക്ക് എഴുതേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ ബുക്കിങ്ങിൻ്റെ ടൈമിൽ ഡിലേ ഉണ്ടാവാം, ചിലപ്പോൾ നെക്സ്റ്റ് ഓസ്കി എക്സാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 2 മാസത്തിനുള്ളിലായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS വാലിഡ് ആയിരിക്കണം, മനസ്സിലായോ? അപ്പോൾ അതും ശ്രദ്ധിക്കുക എന്തായാലും. അപ്പോൾ ഈ ക്ലബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുകയാണ്,
നിങ്ങളുടെ ഫസ്റ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി ആയിരിക്കും നോക്കുക, അല്ലാതെ സെക്കൻഡ് സ്കോറിൻ്റെ അല്ല വാലിഡിറ്റി നോക്കുന്നത് അവിടെ എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ OETയോ അല്ലെങ്കിൽ IELTSO വാലിഡ് ആയിരിക്കണം, വിത്തിൻ 2 years ഓഫ് പീരീഡിനുള്ളിലായിരിക്കണം നിങ്ങൾ ഓസ്കി എഴുതുന്ന സമയത്ത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നിങ്ങളുടെ പിൻ നമ്പറിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിലും അതൊരു പ്രോബ്ലം അല്ല. കാര്യം നിങ്ങളുടെ ഓസ്കി എക്സാം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞു, അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്യാനോ പോകുന്നില്ല എന്തായാലും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്തുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ PCCയുടെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. കാര്യം ഇപ്പോൾ ഇവിടെ UK തന്നെയുള്ള ഒരുപാട് പേർക്കാണ് അവർ ഇതേപോലെ ഈ റെസിഡൻഷ്യൽ ഹോമിലും അല്ലെങ്കിൽ കെയർ ഹോംസിലൊക്കെ ഈ SIF കിട്ടാതെ ഒരുപാട് പേരുണ്ട്. OET എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിലും തന്നെ OET എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു പ്രോബ്ലംസ്, ഏതൊക്കെ ഡോക്യുമെൻസിൻ്റെ എക്സ്പയറി എങ്ങനെയൊക്കെയാണ്. കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് PCC എടുക്കും, അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷൻ്റെ വെരിഫിക്കേഷൻ, മെഡിക്കൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ ഈ OET പറഞ്ഞ പോലെ ബാക്കി എന്തൊക്കെയാണ് അതിൻ്റെ വാലിഡിറ്റി, എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ അതുപോലെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നി നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ UK റിലേറ്റഡ് ആയിട്ടുള്ള എബ്രോഡ് നഴ്സിംഗ് ജോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം ഈ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.